ഡോക്ടർ പൽപ്പുവിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യം 5000-ന് മേലെ വർഷം പാരമ്പര്യമുള്ള ഒരു രാജ്യമാണെങ്കിലും സ്വാതന്ത്ര്യദിനം എന്നുള്ളത് അർത്ഥമാക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയ സമയം മുതലുള്ളതാണ്. ഒരു കാലത്ത് ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ചേർന്ന ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു നമ്മുടേതെങ്കിലും ഇപ്പോൾ നമ്മൾ ചുരുങ്ങി ചെറിയൊരു ഏരിയയിലേക്ക് വന്നു. എന്നാലും ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ പ്രസക്തി ഇപ്പോഴും വളരെ വലുതാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അതിർത്തിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതേപോലെ കായിക രംഗത്തായാലും നമ്മൾ വലിയൊരു ഉയർച്ചയുടെ പാതയിലാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മൾ 7 മെഡലുകൾ നേടി. ഒറ്റ മെഡൽ പോലും നേടാത്ത ഒരവസ്ഥയിൽ നിന്നാണ് നമ്മൾ 7 മെഡലിലേക്ക് എത്തിയത്. അതേപോലെ സാമ്പത്തിക ശക്തി രാജ്യങ്ങളുടെ ഇടയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. 2040 2ാം സ്ഥാനത്തേക്ക് ഉയരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രീതിയിൽ ഉയർച്ചയുടെ പാതയിലേക്ക് പോകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. അതിൽ നമ്മുടേതായ സംഭാവനകൾ ഈ രാജ്യത്തിന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യദിന ആശംസകളോടെ ഈ കൊടിയുയർത്തൽ ചടങ്ങ് തുടങ്ങുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.